മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം വേട്ടയാടുന്ന ഒരു കാര്യമാണ് മാനസിക തകർച്ച എന്നുള്ളത്. ഒത്തിരി മനസ്സുകളെ ശത്രു കീഴടക്കുന്നത് അവരുടെ മാനസിക തലത്തെ തകർത്തുകൊണ്ടാണ്. അങ്ങനെയുള്ളവരോടുള്ള ഒരു ആത്മീക ദൂതാണ് ഇന്ന് ദൈവം സംസാരിക്കുന്നത്. 147 സങ്കീർത്തനം 3 വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. 2 സന്ദേശങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, തകർന്ന മനസ്സ്. 2, മുറിക്കപ്പെട്ട മനസ്സ്. ഒരു മനുഷ്യന്റെ മനസ്സു തകർന്നു പോയാൽ പിന്നെ അവൻ ഒരിക്കലും ഉയരാൻ കഴിയത്തില്ല. മനസ്സു തകർന്ന് ജീവിതം ശൂന്യമായി പോയ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ജീവിക്കുവാൻ പോലും ആഗ്രഹമില്ല. ചിലർ ചോദിക്കുന്നത്, ഈ തകർച്ച ആര് പണിയും? ഈ മുറിവ് ആര് കിട്ടും? രണ്ടിനുമുള്ള മറുപടിയാണ് ഈ വചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏതു തകർന്നതിനെയും കർത്താവ് പണി. ഒരു മനുഷ്യൻ എത്രയും മാനസികമായി തകരാമോ അത്രയും തകർന്നു പോയാലും ആ തകർച്ചയിൽ നിന്ന് അവനെ പണിതുയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി ഉടഞ്ഞു പോയോ, തകർന്നു പോയോ? കർത്താവ് നിന്നോട് സംസാരിക്കുക. ആ തകർച്ചയിൽ നിന്ന് ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ പണിതെടുക്കും. അതിന് സമയമായി. 2, ഹൃദയത്തിനേറ്റ ആഴമേറിയ മുറിവ്. ഒരു നല്ല ശമരിയാക്കാരനെ പോലെ ഈ ദിവസങ്ങൾ യേശു നിന്റെ അടുക്കൽ വരും. നിന്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്ന് നിന്നെ സ്ട്രെങ്തൻ ചെയ്ത് നിന്നെ എഴുന്നേൽപ്പിക്കും. ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ആന്തരിക സൗഖ്യം, ഇന്നർ ഹീലിംഗ് ഈ ദിവസങ്ങളിൽ നിനക്കുണ്ടാകും. കാരണം ഇനിയും നിന്റെ ജീവിതം മെച്ചപ്പെടാൻ പോവുക, അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ആ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദൈവ പദ്ധതി ഞാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. കർത്താവേ, എൻ്റെ തകർച്ചയെ പണിയണമേ, എൻ്റെ മുറിവുകളെ കെട്ടണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്ത് വരിക. താങ്ക് യു ലോർഡ്. കർത്താവേ, ഒരിക്കലും മാറാത്ത തകർച്ചകളെ അങ്ങ് മാറ്റണം. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളെ അങ്ങ് ഉണക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ തകർച്ചകളെ പണിയുകയും നിന്റെ മുറിവുകളെ കെട്ടുകയും ചെയ്ത് നിന്റെ ജീവിതം ദൈവം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.